പുറപ്പെട്ടു. ഗുരുവായൂർ ക്ഷേത്ര അങ്കണത്തിലെത്തി. അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ ഒരാൾ ഇതുപോലെ നല്ല മുണ്ടും നേരിയതും ഒക്കെ ഇട്ട് ചുറ്റി വന്നു ഞങ്ങളടുത്ത് ചോദിക്കുക. അപ്പം നല്ല തിരക്കുള്ള സമയമായിരുന്നു. ഞങ്ങൾ ദർശനത്തിന് പോകണമെന്നില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ആദ്യം ഇതോ എന്തെങ്കിലും ഒരു കപടമായിരിക്കും എന്ന് വിചാരിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പം അയാൾ ഞങ്ങളെയും കൂട്ടി നടയിലെത്തി. എന്നിട്ട് ക്യൂവിലുള്ള ഒരു വഴി കാണിച്ചു കൊടുത്തു. ഒരു 5 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. അപ്പോൾ ആളെ വീണ്ടും കാണുന്ന ഒരു തോന്നി. നല്ല ദർശനം കിട്ടിയല്ലോ ഭഗവാനെ, അയാളെ ഒന്നും കൂടി കണ്ടു ഒന്ന് അനുമോദിക്കണം, എന്തെങ്കിലും അയാൾക്കൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ പുറത്ത് വന്നു. എനിക്ക് കുളിര് വരണു. പുറത്ത് വന്നു ഞങ്ങൾ എല്ലാ സ്ഥലവും പരക്കി അയാളെ കാണാനായിട്ട്. പക്ഷേ ഞങ്ങൾക്ക് പറ്റിയില്ല. ഒരു ഫോൺ നമ്പർ അയാളുടെ അടുത്ത് അങ്ങനെ തോന്നിയില്ല. ഭഗവാനെ തൊഴണമെന്നുള്ളൊരു ഇത് കാരണം. പക്ഷേ ഞങ്ങളെല്ലാ സ്ഥലത്തും ഞങ്ങളുടെ കണ്ണെല്ലാ സ്ഥലത്തും പരതി. പക്ഷെ അയാളെ കണ്ടില്ല. അപ്പം ഞങ്ങളത് വിചാരിച്ചു ഭഗവാൻ തന്നെ വന്ന് ഞങ്ങളെ കൂട്ടി ദർശനം തന്നതാണെന്ന്.